ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 33 ആണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അതുപോലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ, ഇതൊക്കെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന എക്സാംസ് ആണ്. അപ്പോൾ ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനാണ് സബ് എഞ്ചിനീയർ, അതുപോലെ ഇലക്ട്രീഷ്യൻ്റെ കുറച്ച് എക്സാംസ് ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം നമ്മൾ ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്, തിയറി ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റ് ആയുള്ള ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് ആണ്. അതുപോലെ തന്നെ ഡെയിലി 1 or 2 hours നമ്മൾ അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടായിരിക്കും. സോ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾ അതിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ജോയിൻ ആവുക. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ ടോപ്പിക് വൈസ് നമ്മുടെ ടോപ്പിക് വൈസ് MCQs നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെനസ്ഡേ നാളെ നമുക്ക് നമ്മുടെ DC ജനറേറ്ററിൻ്റെ ടോപ്പിക് വൈസ് MCQs ഡിസ്കഷനാണ്. സോ അതിനും നിങ്ങൾ താല്പര്യമുള്ളവരെല്ലാം നമ്മുടെ ഇതിലോ ലിങ്കിലോട്ട് ഡയറക്റ്റ് ജോയിൻ ആവുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമുക്ക് 25 ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The following instrument indicates the instantaneous value of the measured at the times at which it is being measured. താഴെ തന്നിരിക്കുന്ന ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ദി മെഷേർഡ് അറ്റ് ദ ടൈം അറ്റ് വിച്ച് ഇറ്റ് ഈസ് ബീയിങ് മെഷേർഡ്. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണോ, ഇൻറ്റഗ്രേറ്റിംഗ് ആണോ, അബ്സലൂട്ട് ആണോ, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണോ? ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഇൻസ്ട്രുമെൻറ്റ് മെഷേഴ്സ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഡെലിവേർഡ് ഇൻ എ പർട്ടിക്കുലർ ടൈം? ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി മെഷർഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം, ഡെലിവേർഡ് അറ്റ് എ പർട്ടിക്കുലർ ടൈം മെഷർ ചെയ്യുന്നത്? റെക്കോർഡിംഗ് ആണ്, ഇൻറ്റഗ്രേറ്റിംഗ്, അബ്സലൂട്ട്, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്? താഴെ തന്നിരിക്കുന്ന ഇൻറ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെ? വോൾട്ട്മീറ്റർ, അമ്മീറ്റർ, വാട്ട് മീറ്റർ, ആംബിയർ അവർ ആൻഡ് വാട്ട് അവർ മീറ്റർ. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ആംബിയർ അവർ ആൻഡ് വാട്ട് അവർ മീറ്റർ. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ: അക്കോർഡിംഗ് ടു ആപ്ലിക്കേഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ആസ്. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ബേസിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ്സിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ഇറ്റ് ഈസ് പോർട്ടബിൾ ഇൻസ്ട്രുമെൻ്റ് എന്നും സ്വിച്ച് ബോർഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. ബോത്ത് A and B ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഇൻസ്ട്രുമെൻറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ ബോത്ത് AC and DC? ബോത്ത് AC-യിലും DC-യിലും യൂസ് ചെയ്യാത്തത് ഏതൊക്കെ? ഓക്കെ, ഏതൊക്കെയാണ്? ഇൻഡക്ഷൻ ടൈപ്പ്, ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ്, ഡൈനാമോമീറ്റർ ടൈപ്പ്, നൺ ഓഫ് ദി എബോവ്. ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഇൻഡക്ഷൻ ടൈപ്പ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ: PMMC ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ് നോർമലി യൂസ്? എഡ്ഡി കറണ്ട് ഡാമ്പിംഗ്, എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, നൺ ഓഫ് ദി എബോവ്. ടു നോർമലി യൂസ് എഡ്ഡി കറണ്ട് ഡാമ്പിംഗ്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് എസെൻഷ്യൽ ഫീച്ചർ ഈസ് പോസസ്ഡ് ബൈ ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്? ഏത് ഫീച്ചറാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ് പോസസ് ചെയ്യുന്നത്? കൺട്രോളിംഗ് ഡിവൈസ്, ഡാമ്പിംഗ് ഡിവൈസ്, ഡിഫ്ലക്റ്റിംഗ് ഡിവൈസ്, ഓൾ ഓഫ് ദി എബോവ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ് ആണ്. കൺട്രോളിംഗ് ഡിവൈസും ഉണ്ട്, ഡാമ്പിംഗ് ഡിവൈസും ഉണ്ട്, ഡിഫ്ലക്റ്റിംഗ് ഡിവൈസും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ: എ ഡാഷ് ഡിവൈസ് പ്രിവെൻറ്റ്സ് ദ ഓസിലേഷൻ ഓഫ് ദി മൂവിംഗ് സിസ്റ്റം ആൻഡ് ഇനേബിൾസ് ലേറ്റർ ടു റീച്ച് ഇറ്റ്സ് ഫൈനൽ പൊസിഷൻ ക്വിക്ക്ലി. ഏത് ഡിവൈസാണ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഓസിലേഷൻ ഓഫ് ദി മൂവിംഗ് സിസ്റ്റം ആൻഡ് ഇനേബിൾ ലേറ്റർ ടു റീച്ച് ഇറ്റ്സ് ഫൈനൽ പൊസിഷൻ ക്വിക്ക്ലി? കൺട്രോളിംഗ് ആണോ, ഡാമ്പിംഗ് ആണോ, ഡിഫ്ലക്റ്റിംഗ് ആണോ, എനി ഓഫ് ദി എബോവ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ്, ഡാമ്പിംഗ് ഡിവൈസ് ആണ്. ഓസിലേഷൻസ് എന്ന് പറയുമ്പോൾ ഓർക്കാം, ഓസിലേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ഡാമ്പിംഗ് ഡിവൈസ് ആണ്. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ: വിച്ച് ഇൻസ്ട്രുമെൻറ്റ് യൂട്ടിലൈസസ് മാഗ്നറ്റിക് എഫക്റ്റ് പ്രിൻസിപ്പിൾ? യൂട്ടിലൈസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? എനർജി മീറ്റർ, വോൾട്ട് മീറ്റർ, വാട്ട് മീറ്റർ, എനി ഓഫ് ദി എബോവ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഏതെങ്കിലും, എനി ഓഫ് ദി എബോവ്. എനർജി മീറ്റർ, വാട്ട് മീറ്റർ, ഇതെല്ലാം എന്താണ്? മാഗ്നറ്റിക് എഫക്റ്റ് പ്രിൻസിപ്പിളാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ: വെൻ AC വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു PMMC മീറ്റർ ദെൻ വാട്ട് ഹാപ്പൻസ്? AC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? റീഡിംഗ് ഇസ് 0, മീറ്റർ വിൽ ഗെറ്റ് ഡാമേജ്, ദ പോയിൻ്റർ വിൽ നോട്ട് മൂവ് അറ്റ് ഓൾ, ദ പോയിൻ്റർ വിൽ ഓസിലേറ്റ് ടു ആൻഡ് ഫ്രോ. ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്, റീഡിംഗ് 0 ആവും. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ: റിയാക്റ്റൻസ് വോൾട്ടേജ് ഇൻ DC മെഷീൻ ഡിപ്പെൻഡ്സ് ഓൺ. DC മെഷീന് റിയാക്റ്റൻസ് വോൾട്ടേജ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ആർമേച്ചർ കറണ്ട്, ആർമേച്ചർ വോൾട്ടേജ്, ഡീമാഗ്നറ്റൈസിംഗ് ഫ്ലക്സ്, മ്യൂച്വൽ ഇൻഡക്ഷൻ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ആർമേച്ചർ കറണ്ടിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് 12ാമത്തെ ക്വസ്റ്റ്യൻ: സ്ട്രേ ലോസ് ഓഫ് എ DC മെഷീൻ ഈസ് ദ സം ഓഫ്. സ്ട്രേ ലോസ് എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ സമ്മാണ്? കോൺസ്റ്റൻറ്റ് ലോസ് ആൻഡ് കോപ്പർ ലോസ്, കോപ്പർ ലോസ് ആൻഡ് കോർ ലോസ്, കോൺസ്റ്റൻറ്റ് ലോസ് ആൻഡ് മെക്കാനിക്കൽ ലോസ്, മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ്. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ്. സ്ട്രേ ലോസ് ഓഫ് എ DC മെഷീൻ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ സമ്മാണ്? മാഗ്നറ്റിക് ആൻഡ് മെക്കാനിക്കൽ ലോസ്. ഓക്കെ, അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ: ഇൻ എ ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്റർ ദ ഷണ്ട് ഫീൽഡ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ഡാഷ്. ലോങ് ഷണ്ട് കോമ്പൗണ്ട് ജനറേറ്ററിൽ ഷണ്ട് ഫീൽഡ് ഏതായിട്ടാണ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് സീരീസ് കോമ്പിനേഷൻ ഓഫ് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ് ആണ്. സീരീസ് കോമ്പിനേഷൻ ഓഫ് ആർമേച്ചർ ആൻഡ് സീരീസ് ഫീൽഡ്. ഓക്കെ, അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ: ഇഫ് ഫ്ലക്സ് പെർ പോൾ ഓഫ് എ DC ജനറേറ്റർ ഈസ് ഹാഫ്
ബട്ട് ഇറ്റ് സ്പീഡ് ഈസ് ഡബിൾ, ജനറേറ്റർ EMF ഇല്ല. ഫ്ലക്സ് DC ജനറേറ്ററിൻ്റെ ഫ്ലക്സ് ഹാഫായി, സ്പീഡ് ഡബിളായി. അങ്ങനെയാണെങ്കിൽ EMF എന്തായിരിക്കും? ജനറേറ്റഡ് EMF എന്തായിരിക്കും? റിമെയിൻ സെയിം, ബി ഹാഫ്ഡ്, ബി ഡബിൾഡ്, ബി ക്വാഡ്രാപ്പിൾഡ്. ഇതാണ് വരുന്നത്. ഇറ്റ് ഈസ് ഓപ്ഷൻ E ആണ്, സെയിം ആണ്. EMFന് ചേഞ്ച് ഒന്നും വരത്തില്ല. 15ാമത്തെ ക്വസ്റ്റ്യൻ, ലോഡ് സാച്ചുറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ DC ജനറേറ്റർ ഗീവ് റിലേഷൻ. ലോഡ് സാച്ചുറേഷൻ എന്തിൻ്റെയൊക്കെ റിലേഷനാണ് തരുന്നത്? E വേഴ്സസ് IF ആണോ, V വേഴ്സസ് IF ആണോ, V വേഴ്സസ് IA ആണോ, E വേഴ്സസ് IA ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ B, V വേഴ്സസ് ടെർമിനൽ വോൾട്ടേജ് വേഴ്സസ് ഫീൽഡ് കറണ്ട് ആണ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ OCC ഓഫ് എ DC ജനറേറ്റർ ഈസ് ഓൾസോ കോൾഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. OCC ഓപ്പൺ സർക്യൂട്ട് ക്യാര, നമുക്കതിനെ ഏത് പേരും പറയാം? മാഗ്നറ്റിക് ക്യാര എന്നും പറയാം. ഓപ്ഷൻ C ആണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, DC ജനറേറ്റർ ദ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് റെഫേഴ്സ് ടു ദ റെസിസ്റ്റൻസ് ഓഫ്. DC ജനറേറ്ററിനകത്ത് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് റെഫേഴ്സ് ടു ദ റെസിസ്റ്റൻസ് ഓഫ് ബ്രഷസ് ആണോ, ആർമേച്ചർ ആണോ, ലോഡ് ആണോ, ഫീൽഡ് ആണോ? ഇറ്റ് ഇസ് ഓപ്ഷൻ D, ഫീൽഡ് ആണ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ DC ജനറേറ്റർ ലാപ്പ് വൈൻഡിങ് ഈസ് യൂസ്ഡ് ഫോർ. ലാപ്പ് വൈൻഡിങ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് DC ജനറേറ്ററിനകത്ത്? ഇറ്റ് ഈസ് ഫോർ ലോ വോൾട്ടേജും ഹൈ കറണ്ട്, ലോ വോൾട്ടേജ് ഹൈ കറണ്ട്. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഓഫ് എ DC ജനറേറ്റർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് യൂസിങ്. ഏത് റൂൾ ഉപയോഗിച്ചാണ് ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF കണ്ടുപിടിക്കുന്നത്? കോർക്ക് സ്ക്രൂ റൂളാണോ, ഫ്ലെമിൻസ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂൾ, ഓർ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ? ഇറ്റ് ഈസ് ഓപ്ഷൻ C ആണ്, ഫ്ലെമിൻസ് റൈറ്റ് ഹാൻഡ് റൂളാണ്. നമ്മുടെ ഏതാണ്? ജനറേറ്ററിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദി ആർമേച്ചർ കോർ ഓഫ് എ DC ജനറേറ്റർ ഈസ് കോപ്പർ, സിലിക്കൺ, സ്റ്റീൽ, അലുമിനിയം, കാസ്റ്റ് അയൺ. ഇറ്റ് ഈസ് ഓപ്ഷൻ B, സിലിക്കൺ സ്റ്റീൽ ആണ്. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ തൈറിസ്റ്റർ റേഷ്യോ ഓഫ് ലാച്ചിങ് കറണ്ട് ടു ഹോൾഡിംഗ് കറണ്ട് എത്രയാണ്? 2.5, 1, 5, 0.4. ഇറ്റ് ഈസ് ഓപ്ഷൻ A, 2.5. അത് 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ DC ഔട്ട്പുട്ട് ഓഫ് എ ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് ഹൗ മെനി ടൈംസ് ദാറ്റ് ഓഫ് ഇക്വലൻറ്റ് ഫുൾ വേവ് റെക്ടിഫയർ. ഇപ്പം DC ഔട്ട്പുട്ട്, ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ DC ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്ര ടൈംസ് ഇക്വലൻറ്റ് ടു ഫുൾ വേവ് റെക്ടിഫയർ ആണ്? എത്ര ടൈംസ് ആണ്? ഇറ്റ് ഇസ് 0.5 ടൈംസ്, ഹാഫ് ടൈംസ് ഇക്വലൻറ്റ് ടു ഫുൾ വേവ് റെക്ടിഫയർ ആണ്. അടുത്ത 23ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ദ സെയിം പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഹയർ RMS വോൾട്ടേജസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ കേസ് ഓഫ് സൈൻ വേവ്, സ്ക്വയർ വേവ്, ട്രയാങ്കുലർ വേവ്, ഫുൾ വേവ് റെക്ടിഫൈഡ് സൈൻ വേവ്. ഏതിലാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ B ആണ്, സ്ക്വയർ വേവിലാണ്. ഫോർ ദ സെയിം പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ് ഹയർ RMS വോൾട്ടേജ് കിട്ടുന്നത് സ്ക്വയർ വേവിലാണ്. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ, എ ഡിവൈസ് ദാറ്റ് ഡസ് നോട്ട് എക്സിബിറ്റ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സിബിറ്റ് ചെയ്യാത്ത ഡിവൈസ് ഏതാണ്? UJT ആണോ, FET ആണോ, SCR ആണോ, ടണൽ ഡയോഡ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ B, FET. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, വരാക്ടർ ഈസ് എ ഡാഷ്, വേരിയബിൾ റെസിസ്റ്റർ, നോൺ ലീനിയർ റെസിസ്റ്റർ, നോൺ ലീനിയർ ഇൻഡക്റ്റർ, നോൺ ലീനിയർ കപ്പാസിറ്റർ. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ B, നോൺ ലീനിയർ റെസിസ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് പഠിക്കാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഇന്നൊരു 10:30 അൺഅക്കാഡമി ലൈവ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. 10:30 ഉണ്ട്, അതുപോലെ തന്നെ 3:30 ഉണ്ട്, അതുപോലെ തന്നെ 8:30 ഉണ്ട്. അപ്പോൾ 3 ക്ലാസ് ഇന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും ആ ലിങ്ക് വഴി ജോയിൻ ആവുക. ഓക്കെ, അതുപോലെ തന്നെ എൻ്റെ റെഫറൽ കോഡ് സിനു ആൻസി റെഫറൽ കോഡ് ടൈപ്പ് ചെയ്താണ് നിങ്ങൾക്ക് അതിലോട്ട് ജോയിൻ ആവാനുള്ളത്. ഓക്കെ, താങ്ക് യു.